ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുൻവിധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ജനവിഭാഗം എന്നറിയാമോ? അത് മറ്റാരുമല്ല, മലയാളികളാണ്. പലപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾ ഒരു മുൻവിധിയോടുകൂടി സമീപിച്ച്, പ്രത്യേകിച്ച് നമ്മൾ കൊണ്ട് കുളമാക്കുകയോ ടെൻഷൻ അടിച്ച് ആ പ്രശ്നത്തിനെ ശരിയായി മറികടക്കാൻ പറ്റാതെ വരികയോ, അല്ലെങ്കിൽ ഒരു വിജയമാണെങ്കിൽ പോലും കൃത്യമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ നേടാൻ പറ്റാതെ വരികയോ എല്ലാം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും 40 വയസ്സ് കഴിയുന്ന മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഇത്തരത്തിലുള്ള 7 ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ 7 പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് 40 ആയെങ്കിലോ 40 കഴിഞ്ഞെങ്കിലോ നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞു, ചെറുപ്പം കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് മധ്യവയസ്കരാണ്, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു രീതി നിർബന്ധമായിട്ട് മാറ്റണം. പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒരു 20 വയസ്സ് മുതൽ 30-35 വയസ്സ് വരെയാണല്ലേ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു 40 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ജോലിയിലായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിലായിക്കോട്ടെ, അത്യാവശ്യം നിങ്ങളൊന്ന് സെറ്റിലാവുന്ന സമയമാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഓക്കെ, ഇനി ബാക്കിയുള്ളവർ ചെയ്തോട്ടെ, ഞാൻ ഇനി ഒന്നിനുമില്ല, ഇനി ഒന്ന് ഒതുങ്ങി ജീവിക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? ശ്രദ്ധിക്കുക. പലപ്പോഴും നല്ല അടിപൊളിയായിട്ടൊക്കെ ജീവിക്കുന്ന കൂട്ടുകാരെ കാണുമ്പോൾ, ഡേയ് നിനക്ക് 10-40 കഴിഞ്ഞില്ലേടേ, ഒതുങ്ങി ജീവിച്ചൂടേടേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഇപ്പോഴാണ് 40 കഴിയുമ്പോഴാണ് നിങ്ങൾ അല്പം എങ്കിലും ഒന്ന് റിലാക്സ് ആകുന്നത്, ഫ്രീ ആകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്കിപ്പോൾ യാത്ര പോകാൻ ഇഷ്ടമാണെങ്കിലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണെങ്കിലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം വാങ്ങാനാണെങ്കിലോ, ഇല്ലെങ്കിൽ ഈ തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് 40 വയസ്സ് കഴിഞ്ഞാൽ മാറ്റിവെക്കരുത്. നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് നോക്കുക. കാരണം പലപ്പോഴും ഒരു 40 വയസ്സ് കഴിഞ്ഞ് പുരുഷന്മാരൊക്കെ ഒന്ന് മിതത്വം പാലിക്കുന്നതാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയിലായിക്കോട്ടെ, അവർ വാങ്ങുന്ന സാധനങ്ങളിലായിക്കോട്ടെ. പലപ്പോഴും 40 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ടീനേജ് ട്രെൻഡ്സിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞാൽ 40 ആയില്ലേ എന്ന് പറഞ്ഞ് മടിക്കും. നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള കളർഫുൾ ഡ്രസ്സ് എടുക്കാൻ അവർക്ക് മടിയാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ ഒരു ബ്ലാൻഡ് കളറിലുള്ള വസ്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കോ മാറും. ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളിലും ഈ മാറ്റം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ടും സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട സമയം ഇതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലം, ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്കായിട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക. യാത്രകൾ പ്ലാൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ നോക്കുക. പലപ്പോഴും കുട്ടിക്കാലത്ത് ഒരു 20 വയസ്സിലോ 15-18 വയസ്സിലോ ഒക്കെ ഉള്ള പ്രണയം പോയിട്ട് 40-ന് ശേഷമുള്ള ഒരാളിനോട് പറയാനല്ല പറയുന്നത്. അത് പലപ്പോഴും കുടുംബങ്ങൾ കലക്കുന്നതിന് കാരണമാകും. എന്നാൽ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട്, എത്രത്തോളം ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് തൃപ്തികരമായി ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യമാണ്. മറ്റുള്ളവൻ എന്ത് വിചാരിക്കും, വേണ്ട എന്ന് കരുതി മാറ്റിവെക്കുന്ന കാര്യങ്ങളില്ലേ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഏതൊരു കാര്യമോ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ എന്ത് വിചാരിക്കും എന്ന് കരുതി മാറ്റിവെക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയ്ക്ക് പോകണം, ഞാൻ ഈ പടത്തിന് പോയാൽ അവരെന്ത് വിചാരിക്കും, ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയോ ഇഷ്ടമുള്ള സാധനം വാങ്ങുകയോ, ഈ തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാതെ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ആലോചിക്കാതെ ഇഷ്ടമുള്ള ഏത് കാര്യവും ഹാപ്പി ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് ചൂണ്ടയിടാൻ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ അവന് തലയ്ക്ക് വട്ടാണ് എന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അറിയില്ല, ചൂണ്ടയിടാൻ പോകുന്നവർക്കറിയാം അതിൻ്റെ സന്തോഷം. പലപ്പോഴും നമുക്ക് പണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പോവുകയോ, ഇല്ലെങ്കിൽ ചൂണ്ടയിടാൻ പോവുകയോ, ഇല്ലെങ്കിൽ നമ്മളിപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ തലകുത്തി മറിയുകയോ, രാവിലെകളിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയെല്ലാം ചെയ്യുന്ന സമയത്ത് പുച്ഛിക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് പുച്ഛിക്കും. പക്ഷേ നിങ്ങൾ അവിടെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുകയായിരിക്കും. ഇത് മറക്കാതിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, എപ്പോഴും സ്ട്രെസ്സ് അല്ലെങ്കിൽ ബിസി എന്നുള്ള ഒരു സിറ്റുവേഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കുക. പലരും ചെയ്യുന്ന കാര്യമാണ്, ജീവിതമൊക്കെ എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ, വയ്യടേ ഭയങ്കര സ്ട്രെസ്സാണ്. മറ്റു ചിലരാണെങ്കിലോ ഫോൺ ചെയ്യാൻ പോലും സമയമില്ല, ഭയങ്കര ബിസിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രെസ്സ് അഥവാ ടെൻഷൻ അല്ലെങ്കിൽ ബിസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റാറ്റസ് സിമ്പലല്ല. നിങ്ങൾ എപ്പോഴും സ്ട്രെസ്സ്, ടെൻഷൻ എന്ന് മറ്റുള്ളവരോട് പറയുകയും സ്വയം അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളായിട്ട് സ്വയം ഒരു നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നതിന് പകരം നെഗറ്റീവ് തോട്ടുകൾ വരുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പോലും ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റായിട്ട് എഫക്റ്റ് ചെയ്യാൻ കാരണമാകും. നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിങ്ങളുടെ എനർജിയെ അത് പ്രതികൂലമായി ബാധിക്കും.
അത് ആരോഗ്യ കാര്യങ്ങളിലായിക്കോട്ടെ, നിങ്ങൾക്ക് പിടിപെടുന്ന രോഗത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന പ്രവൃത്തികളിലായിക്കോട്ടെ, ഒരിക്കലും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും, അസുഖം മാറാത്തതിൻ്റെ ആയാസങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതിനെ പ്രകടിപ്പിക്കാതെ നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനും കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കുമ്പോൾ അവന് ഒരാളാണെങ്കിൽ പോലും രണ്ട് തരത്തിലായിരിക്കും അവരുടെ പ്രസൻറ്റേഷൻ വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യപ്പെടാൻ നോക്കുക. നിങ്ങൾ എത്ര തിരക്കുള്ള എത്ര സ്ട്രെസ്ഫുൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുക. ഇനി നാലാമത്തെ കാര്യം, 40 വയസ്സ് കഴിയുന്നവർ നിർബന്ധമായും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. കാരണം 40 വയസ്സ് കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരികയും മെറ്റബോളിസം കുറേ സ്റ്റാൻഡ് സ്റ്റില്ലാകുകയും നിങ്ങളുടെ മസിൽ മാസ് ഓരോ വർഷം കഴിയുന്തോറും അല്പം കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇത് ഗ്രാജ്വലി നിങ്ങൾ അറിയാതെ തന്നെ രോഗാവസ്ഥയിലേക്ക് ചെന്നെത്തിക്കും. മാത്രമല്ല നിങ്ങളുടെ നടപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രവൃത്തിയിലായിക്കോട്ടെ, ചിന്തയിലായിക്കോട്ടെ ഗ്രാജ്വലി ആ ഒരു വ്യത്യാസം വന്നു വരാം. എന്നാൽ കൃത്യമായി വ്യായാമം ചെയ്യുന്ന, ഭക്ഷണത്തിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ശരിയായിട്ട് ഉറങ്ങുന്ന, കൃത്യമായി വ്യായാമം എക്സസൈസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, നല്ല നല്ല കളികളിൽ വ്യാപൃതരാകുന്ന ആൾക്കാർക്ക് അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് അസുഖങ്ങളെ മറികടന്നുകൊണ്ട് അവർക്ക് പൂർണ്ണമായും ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പലവിധ ജീവിതശൈലി രോഗങ്ങളും വരുന്നത്. ഒരു 50 വയസ്സായിട്ട് കടയിൽ പോയിട്ട് നിങ്ങളൊരു ചായ കുടിക്കാൻ നോക്കി, അവിടെ ഇരിക്കുന്ന ആൾ ചോദിക്കും ഇപ്പോൾ ചായയിൽ പഞ്ചസാര ഇടണോ വേണ്ടതെന്ന് ചോദിക്കും. കാരണം അത്രത്തോളം ഒരു മധ്യവയസ്സ് കഴിയുന്ന ആൾക്കാർക്ക് രോഗമെന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുണ്ട്. നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു, ഡോക്ടർ നിങ്ങളെ കണ്ട് ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് ചോദിക്കും നിങ്ങൾ ഏതൊക്കെ അസുഖത്തിന് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് ഒരു അസുഖമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നതാണ്. കാരണം 50 വയസ്സായാൽ അത്രത്തോളം രോഗങ്ങൾ ബാധിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം 40 വയസ്സ് കഴിഞ്ഞാൽ ആരോഗ്യം ശ്രദ്ധിക്കാത്തത് തന്നെയാണ് കാരണം. അതുകൊണ്ട് നിർബന്ധമായിട്ടും 40 വയസ്സ് കഴിയുന്നവർ ആരോഗ്യത്തിനായിട്ട് ദിവസം 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. അത് വ്യായാമമായിക്കോട്ടെ, ഭക്ഷണ ശൈലികളായിക്കോട്ടെ. നിങ്ങൾക്ക് 40 വയസ്സ് കഴിയുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിന് കുറച്ച് പക്വത കൈവരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായാലും ഏതൊരു സാധനമാണെങ്കിലും നമുക്ക് അത് ഇപ്പോൾ ജങ്ക് ഫുഡ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ക്വാളിറ്റി മോശമായ ഭക്ഷണമായിക്കോട്ടെ, നിങ്ങൾക്ക് കഴിക്കണമെന്ന് ഭയങ്കര ഡിസയർ കാണും. ഇത്തരത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും അല്പം രുചി നോക്കാൻ വേണ്ടി മാത്രം കഴിച്ചുകൊണ്ട് അവയെ നിയന്ത്രിക്കുക, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് മാറുക. അങ്ങനെയാണെങ്കിൽ 50 വയസ്സായാലും 55 വയസ്സായാലും പ്രത്യേകിച്ച് മരുന്നുകളൊന്നും എടുക്കാതെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സൗഹൃദങ്ങളാണ്. 40 വയസ്സ് കഴിഞ്ഞിരുന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അതിന് മുമ്പുള്ള സൗഹൃദങ്ങളെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടാവും, ടോക്സിക് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ടാവും. നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള സുഹൃത്തുക്കളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് നോക്കുക. ടോക്സിക് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഫോൺ ചെയ്താലോ സംസാരിച്ചാലോ അവർ നിങ്ങളൊന്ന് കണ്ടാലോ നിങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങ് നെഗറ്റീവാക്കി നിങ്ങളെ അങ്ങ് ഡെസ്പറേറ്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് ടോക്സിക്കിൻ്റെ അത്രയും അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നിങ്ങളെ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ധൈര്യം വരെ ചോർന്നു പോകുന്ന തരത്തിൽ നിങ്ങളെ ഉപദേശിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പോസിറ്റീവ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരോട് സംസാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഉന്മേഷം ഫീൽ ചെയ്യും. നിങ്ങൾക്ക് പുതിയതായിട്ട് ഓരോ കാര്യം ചെയ്യുന്നതിന് അവരായിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് ധൈര്യം നൽകുന്നത്. സോ ഈ തരത്തിലുള്ള പോസിറ്റീവ് സുഹൃത്തുക്കൾ ആരൊക്കെയെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ ഫിൽട്ടർ ചെയ്ത് കൂടെ നിർത്താനായിട്ട് നോക്കുക. കാരണം 40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലൊന്ന് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള സൗഹൃദങ്ങൾക്ക് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് ഒരല്പം അകലം പാലിക്കുക. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ പൂർണ്ണമായും എടുത്ത് പുറത്തെറിയുക. ഈ ഒരു രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു സൗഹൃദ വലയത്തിലൂടെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സുഹൃത്തുക്കളെ ഒന്ന് കണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റിഫ്രഷായി ഭയങ്കരമായിട്ട് മെൻ്റലി ആക്റ്റീവ് ആകുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. ഇത്തരത്തിൽ പോസിറ്റീവ് സൗഹൃദങ്ങൾ ജീവിതത്തിലായിക്കോട്ടെ ആരോഗ്യത്തിലായിക്കോട്ടെ വലിയ തോതിൽ പങ്കുവഹിക്കാറുണ്ട്. ഇനി 6ാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാതിരിക്കുക. അതങ്ങ് ചെയ്യാനായിട്ട് നോക്കുക. 50-ാം വയസ്സിൽ പുസ്തകം പബ്ലിഷ് ചെയ്ത വീട്ടമ്മമാരുണ്ട്. സ്വന്തമായിട്ട് കുത്തിക്കുറിച്ച 18-20 വയസ്സ് സമയം മുതൽ കുത്തിക്കുറിച്ച കുഞ്ഞു കവിതകളുണ്ട്. ഇതെല്ലാം കൂടി 42-ാം വയസ്സിൽ പബ്ലിഷ് ചെയ്ത ഡോക്ടർമാരുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ മാറ്റിവെച്ച് പിന്നെ ആവട്ടെ എന്ന് കരുതി മാറ്റിവെച്ച് ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം വരെ ബൈക്കിൽ പോകാൻ ഒരു ആഗ്രഹം. ഇത്രയും ദൂരമല്ലേ, പോയാൽ എങ്ങനെയെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയെല്ലാം തടഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് ആഗ്രഹം ഇപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ എറണാകുളം വരെയോ കോഴിക്കോട് വരെയോ ഒന്ന് ബൈക്കിൽ നിങ്ങളൊന്ന് റൈഡ് പോയിട്ട് വരിക. സൈക്കിളിൽ ഒരു 100 കിലോമീറ്റർ ചവിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന പഴയ കാലമില്ലേ, ഇപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തവണയൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും ചെറുതൊന്നുമായിരിക്കില്ല.
അടുത്ത ഏഴാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, താമസിച്ചു പോയി ജീവിതത്തിൽ ഇനി എനിക്കൊരു അവസരമില്ല എന്ന് കരുതി ഒരു കാര്യവും മാറ്റി വയ്ക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു, താമസിച്ചു പോയി, ഇത് പണ്ടേ ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കപ്പെടുന്നു. ഇപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, 40-45 വയസ്സായി, എനിക്ക് വ്യായാമം ചെയ്യണം, 6 പാക്ക് വേണം. പലപ്പോഴും ഒരു ചെറുപ്പക്കാരൊക്കെ ഇന്ന് നല്ല ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്ന കാണുമ്പോൾ അസൂയയോട് നോക്കുന്ന യുവാക്കളുണ്ട്. നല്ല സ്ലിം ഫിറ്റ് ഡ്രസ്സ് ഇട്ട് പോകുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ അസൂയയോട് നോക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നോക്കുന്ന വീട്ടമ്മമാരുണ്ട്. എന്നാൽ ഇതൊക്കെ എനിക്ക് താമസിച്ചു പോയി, ഞാൻ എന്താ ഇത് അന്നേ ചെയ്യാത്തതെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. താമസിച്ചു പോയിട്ടില്ല, നിങ്ങൾക്കത് ഇപ്പോഴും ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഒരു 45 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 6 പാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം അണിഞ്ഞ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ വീട്ടമ്മമാർ തയ്യാറാകുന്നില്ല? മക്കൾ കളിയാക്കുമോ? അയൽവാക്കികൾ കളിയാക്കുമോ? കളിയാക്കട്ടെന്നേ, ഞാനത് നേരത്തെ പറഞ്ഞില്ലേ. അവർ പറയുന്നവർ പറയട്ടെ. നിങ്ങൾക്ക് മനസ്സിന് കിട്ടുന്ന സംതൃപ്തി, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂണ്ടയിടാൻ പോകണമെങ്കിൽ പോകാം. ഈ തരത്തിൽ ഒരു കാര്യവും താമസിച്ചു പോയെന്ന് കരുതി നിങ്ങൾ മാറ്റി വയ്ക്കാതിരിക്കുക. ഞാനീ പറയുന്നതിൽ 2-3 കാര്യങ്ങളും ഈ കാണുന്ന നിങ്ങളെങ്കിലും പലരും ചെയ്തിട്ടില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മാറ്റിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും, ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ നിങ്ങളും ജീവിതത്തിൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കാരണം മനുഷ്യജീവിതം ഒന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് മാറ്റി വെച്ചതിൻ്റെ പേരിൽ നമുക്കൊന്നും പുതിയതായിട്ട് കിട്ടാനില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നേടുന്നതിൻ്റെ പേരിൽ വലിയ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. അങ്ങനെ നഷ്ടപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടേതാവത്തും അല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഇൻഫർമേഷൻ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യൂ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്കും ജീവിതത്തിൽ ചെയ്യാനുണ്ടാവും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.